കൃഷ്ണേട്ടാ, നാളെ കൃഷ്ണേട്ടന്റെ പിറന്നാളല്ലേ? രാവിലെ എഴുന്നേക്കാനുള്ളതാ. ഉറങ്ങുന്നില്ലേ? ഇതെന്താ സ്വപ്നം കണ്ടിരിക്കണോ? കുറെ നേരമായല്ലോ. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച്. എന്നാ വെറുതെ ആലോചിച്ചിരിക്കണ്ട. നോക്ക്, ഇത്രയും നാൾ ആഘോഷിച്ചതുപോലെ അല്ല, ഇക്കൊല്ലം അതിലും ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ഈ പിറന്നാൾ ആഘോഷിക്കണം. ഇക്കൊല്ലം മരുമകളുള്ളതാ. എന്റെ കൃഷ്ണേട്ടന് അമ്മായിയച്ഛനായതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ. കൃഷ്ണേട്ടൻ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആകെ ഡള്ളായിരിക്കുന്നല്ലോ. ഒന്നുമില്ല. മനസ്സിലെന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ. ഭാരോ? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നാളെ പിറന്നാളാ. അതെങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന് നീ ചിന്തിക്കുമ്പോഴും എന്റെ മനസ്സിലെന്തോ ഒരു സന്തോഷമില്ലായ്മ. എന്താ കൃഷ്ണേട്ടാ ഇത്? പിറന്നാളിന് പോലും സന്തോഷിക്കാൻ പറ്റാത്ത തരത്തിൽ എന്ത് ദുഃഖ കൃഷ്ണേട്ടനിപ്പോ ഉള്ളത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മരണത്തെ ഭയം തോന്നുന്നത്. ചോദിക്കുന്നതൊന്നും അല്ല അഖിലേ, പലപ്പോഴും ഈശ്വരൻ നമുക്ക് തരുന്നത്. ഇപ്പോൾ ഈ നിമിഷം എനിക്ക് അങ്ങനെ ചിന്തിക്കാനാ തോന്നുന്നു. എന്റെ കൃഷ്ണേട്ടൻ ഇതെന്താ ഇങ്ങനെയൊക്കെ? ദൈവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിപ്പോ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. സ്വപ്നത്തിൽ പഴയ കാര്യങ്ങളാ തെളിഞ്ഞു വന്നത്. അച്ഛനും അമ്മയും പഴയ ആളുകളും ഒക്കെ. ആ കൂട്ടത്തിൽ നിന്നെയും കണ്ടു. പക്ഷെ അപ്പൊ നിനക്കെന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആകെ ഒരു മങ്ങൽ പോലെ എല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു മാഞ്ഞു. ഇങ്ങനെ വന്ന മറ്റൊരു ദിവസം ഏതാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത് അന്ന് മരണത്തിൽ നിന്ന് കല്യാണി എന്നെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഇപ്പൊ വീണ്ടും അത് സംഭവിക്കുമോ എന്നൊരു ഭയം. നാളെ കഴിഞ്ഞാൽ അടുത്ത പിറന്നാളിന് ഞാനുണ്ടാവുമെന്നൊരു സംശയം പോലെ. വേണ്ട കൃഷ്ണേട്ടാ, വേണ്ട. എന്റെ കൃഷ്ണേട്ടന് ഒന്നും സംഭവിക്കില്ല, ഒന്നും. ഞാനായി പറയുന്നത്. കൃഷ്ണേട്ടൻ വിശ്വസിക്കണം. വിശ്വസിക്കുന്നു. നിന്നെ സങ്കടപ്പെടുത്താനല്ല അഖിലേ. എനിക്ക് ആനന്ദിന്റെ കല്യാണം ഒന്ന് കാണണമെന്നുണ്ട്. അതിന്റെ ആഗ്രഹമാണ്. അതുടൻ നടക്കണം. ഈ പിറന്നാൾ ആഘോഷങ്ങളെക്കാൾ എനിക്ക് സന്തോഷം തരുന്നത് അതായിരിക്കും. എന്താ കൃഷ്ണേട്ടാ ഇത്? നമ്മുടെ ആനന്ദിന്റെ കല്യാണം നമ്മൾ ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നേ, അതും എത്രയും പെട്ടെന്ന്. ഇതെന്റെ വാക്കാ. കൃഷ്ണേട്ടനൊന്ന് സമാധാനായിട്ടിരിക്കെ പ്ലീസ്.
മാഡം ആ പാല്. നീ അവിടെ വെച്ചേക്ക് കല്യാണി. നമസ്കാരം തിരുമേനി. തിരുമേനി, അന്നദാനത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തില്ലേ? എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. സമൂഹ വിവാഹത്തിനുള്ള ചെക്കും സ്വർണ്ണമൊക്കെ എത്തിയില്ലേ? എത്തി. ഇന്ന് മുഹൂർത്തം ഉച്ചയ്ക്കേ ഉള്ളൂ. 1 മണി കഴിഞ്ഞ് 1:45 അത് സാരമല്ല തിരുമേനി. ഇപ്പൊ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. എല്ലാവരും അല്പം നേരത്തെ വരണം. തൃച്ചംബരത്തെ ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും കാല് തൊട്ട് വന്നിക്കാതെ മണ്ഡപത്തിലേക്ക് കയറില്ല എന്ന് വാശി പിടിക്കുന്ന ചില പെൺകുട്ടികളുണ്ടേ. ഓ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്ക് വലിയ കാര്യമല്ലേ ചെയ്യണത്. പിറന്നാൾ ദിവസം ഇങ്ങനെ സമൂഹ വിവാഹം നടത്തി കൊടുക്കുന്ന എത്ര പേരുണ്ടാവും ഈ നാട്ടില്? പേരിന് പോലും ആരുണ്ടാവും തോന്നണില്ല. കുടുംബത്തിന് പുണ്യം കിട്ടും. ഏതായാലും ഉപദേവതകളെ തൊഴുതു വന്നോളൂ. ഞാൻ അകത്തുണ്ട്. ശരി. വിലാസിനെ ചേച്ചി, ഇത് കഠിനമായ വ്രതമാണല്ലോ. ഇതെന്തിനാ ചെയ്യുന്നതെന്നറിയോ? ഇല്ല ചേച്ചി, അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോ കല്യാണിക്ക് അറിയായിരിക്കും. കല്യാണി, അതെന്തിനു വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് അറിയോ നിനക്ക്? ഇല്ല മാഡം, ഞാൻ കൂടെയുള്ള ആ സ്ത്രീയോട് ചോദിച്ചിട്ട് വരാം.
ചേച്ചി ഇങ്ങനെ മുട്ടുകുത്തി പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാ? ഇതോ ഇത് കല്യാണ തടസ്സമുള്ളവരുടെ കല്യാണ തടസ്സം മാറാനും കല്യാണം കഴിച്ചവർ ദീർഘസുമംഗലികളായി ഇരിക്കാനും വേണ്ടിയുള്ള നേർച്ചയാ. ഓ, ഇന്നലെ രാവിലെ ഇവളുടെ അച്ഛനും അമ്മയും കൂടി പോയ വണ്ടി ആക്സിഡന്റ് ആയി. രണ്ടാളും സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അവരുടെ ദീർഘായുസിന് വേണ്ടിട്ടാ ഇവൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത്. ഇങ്ങനെ മുട്ടുകാലിൽ കയ്യിൽ മൺചിരാതം വെച്ച് എത്ര വട്ടം പ്രദക്ഷിണം ചെയ്യണം ചേച്ചി? 51 പ്രാവശ്യം. ഒരു കാരണവശാലും പ്രദക്ഷിണം പകുതി വഴിക്ക് മുടങ്ങാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാ പ്രാർത്ഥിച്ചതിന് നേരെ വിപരീത ഫലം സംഭവിക്കുന്ന വിശ്വാസം. എന്നാ ശരി. 51 പ്രാവശ്യം മുട്ടുകാൽ പ്രദക്ഷിണം. ദൈവമേ, ചിന്തിക്കുമ്പോ തന്നെ പേടിയാവുന്നു. എഴുന്നേക്കൂട്ടി, എഴുന്നേക്ക് മോളെ. ശിവരാമകൃഷ്ണൻ ചോതി നക്ഷത്രം. കല്യാണി, അപ്പോ ഉച്ചയ്ക്ക് ശേഷം കാണാൻ തിരുമേനി. ആ ശരി. പോട്ട് മോളെ, വിഷമിക്കണ്ട. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? മോള് കണ്ണു തുടക്കേ. എന്തുപറ്റി? എന്തിനാ കരയുന്നേ? അത് 47 പ്രദക്ഷിണം ചെയ്തു. 51 പൂർത്തിയാകും മുമ്പ് തന്നെ മൺചിരാത് താഴെ വീണുപോയി. പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇത് ചെയ്യാൻ തുടങ്ങും മുന്നേ പറ്റില്ല, പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞതാ. കേക്കണ്ടേ? മാതാപിതാക്കൾക്ക് ആയുസ് കൂട്ടിക്കിട്ടാൻ വേണ്ടി ചെയ്തതാ. ഇപ്പൊ വിപരീത ഫലം വരുമോന്നോർത്തുള്ള കരച്ചില. ദേവി, ചെയ്യാൻ പറ്റാത്ത പ്രാർത്ഥനകളൊക്കെ എന്തിനാ ചെയ്യാൻ പോകുന്നേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ദുഃഖിക്കേണ്ട ഗതി വന്നത്. പോട്ടെ കേട്ടോ, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖാവും.
മൈ ഗോഡ്, ഇതാരാ ഇത്? ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. വാ, അകത്ത് കയറിയിരിക്കാം. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ മതിയെങ്കിൽ. ഒന്നും വേണ്ട, ഞാൻ വെറുതെ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ആ, അത് നന്നായി. സത്യം പറഞ്ഞ നീ എന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതെനിക്ക് മാറി, സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചതാ നിന്റെ ഈ വരവ്, കാത്തിരുന്നതും നിന്റെ ഈ സന്ദർശനത്തിന്. നിനക്ക് മനസ്സിലായോന്നറിയില്ല, ഞാൻ നിന്റെ കമ്പനിയിൽ ഒരു ജോലി ചോദിച്ചത് തന്നെ നിന്റെ സാമീപ്യം കൊതിച്ച. യുനോ, നിനക്കപ്പുറം ഒരു ലോകമില്ല അരവിന്ദ ഈ റാണിക്ക്. പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാ. വാ, നമുക്ക് ബെഡ്റൂമിൽ പോയിരുന്ന് സംസാരിക്കാം. നോ റാണി, നിനക്ക് തെറ്റി. ഇരുളിന്റെ മറപറ്റി ഒരു കൂട്ടുതേടി വന്നതല്ല ഈ അരവിന്ദ്. നീ ചോദിച്ച ജോലി തരാൻ ഇപ്പൊ സാഹചര്യം ഇല്ലെന്ന് അറിയിക്കാൻ വന്നതാ. പണ്ടെപ്പോഴോ കാട്ടിക്കൂട്ടിയ വെറും വികൃതികളായിട്ട് ഇന്ന് എനിക്ക് നമ്മുടെ പഴയ കാലത്തെ ഓർത്തെടുക്കാനാവും. ഇന്ന് ഞാൻ നന്ദനയുടെ ഭർത്താവാ. പ്രണയവും കൂട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടേത് മാത്രമാണെന്ന് നീ മനസ്സിലാക്കണം. ആക്സിഡന്റ് രാത്രി നീ എന്നോട് കാണിച്ച കരുതൽ അതെന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നാളെ ഒരു സമയത്ത് കമ്പനിയിൽ ഒഴിവ് വരുമ്പോൾ തീർച്ചയായിട്ടും നിന്നെ ഞാൻ പരിഗണിച്ചിരിക്കും, ഉറപ്പ്. അതുവരെ നീ എന്നെ ഉപദ്രവിക്കരുത്, പ്ലീസ്. ഇത് കുറച്ച് രൂപയാ. ചെയ്തു തന്ന ഉപകാരത്തിനുള്ള പ്രതിഫലമായിട്ടൊന്നും കാണണ്ട. ഒരു സുഹൃത്തിൻ്റെ ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. ഒരു 10 ലക്ഷം രൂപയുണ്ട് ഇതിൽ, നീ ഇത് വാങ്ങിക്കണം. സോറി, വേണ്ട അരവിന്ദൻ. ചില നഷ്ടങ്ങളുടെ നൊമ്പരങ്ങൾ നെഞ്ചിനെ എന്നും പൊള്ളിച്ചുകൊണ്ടേയിരിക്കും. നീ ഇപ്പോ അങ്ങനെയാ എനിക്ക്. പ്ലീസ് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഏതായാലും എനിക്കിത് തിരികെ കൊണ്ടുപോകാനാവില്ല. ഞാനിതിവിടെ വെക്കുക. ദയവ് ഇത് ഇനിയും നീ എന്നെ ഉപദ്രവിക്കരുത്, പ്ലീസ്. ഇത് സ്റ്റേഷനിൽ നിന്ന് ശ്യാമിന്റെ ചേട്ടനാണല്ലോ. ഹലോ ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സബ് ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വന്നതല്ലേ? ശ്യാം പറഞ്ഞിരുന്നു ചേട്ടൻ ട്രാൻസ്ഫർ ആയി വരുന്നു. അതെ, ആനന്ദ് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞേക്ക് ഞാനിവിടെ ഉണ്ടെന്ന്. ശരി. പിന്നെ
കല്യാണക്കാരെയൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു പുള്ളിയെ പിടിക്കാൻ തിരുട്ട് ഗ്രാമത്തിൽ പോകേണ്ടി വന്നു. അതാ, അല്ലെങ്കിൽ ഞാൻ അങ്ങ് എത്തിയേനെ. ആ അത് സാരമില്ല ഏട്ടാ. അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, എന്റെ കല്യാണം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഓ ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ആ പിന്നെ ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു പ്രധാന കാര്യം പറയാനാ. താൻ അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഒരു പ്രശ്നമുണ്ട്, കുറച്ച് സീരിയസാ. ഉടനെ എത്താൻ പറ്റുമോ? അയ്യോ, എന്താ ചേട്ടാ പ്രശ്നം? ചേട്ടൻ വന്ന ഉടനെ ആളിനെ ടെൻഷനാക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ പണി ഇതായിപ്പോയില്ലേ. ഏതായാലും ഈ വിഷയം ഫോണിൽ പറയാൻ പറ്റില്ല. താൻ ഉടനെ ഇങ്ങ് പോരും. ഒരു പെണ്ണ് കേസാ. ഉടൻ ഡിസ്കസ് ചെയ്തില്ലെങ്കിലേ സംഗതി നാറ്റക്കേസാവും. താൻ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. അരവിന്ദ് ഇതുവരെ എത്തില്ല ആനന്ദ്. ഓ, ഞാൻ കുറച്ചു നേരം കൊണ്ട് ഫോണിൽ ട്രൈ ചെയ്യുന്നു. ആദ്യം ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു, ഇപ്പൊ സ്വിച്ച് ഓഫാ പറയുന്നത്. അരവിന്ദ് വൈകുമെങ്കിൽ വിളിച്ചറിയിക്കുന്നതായിരുന്നു. എങ്ങനെ ഇതാദ്യം